നമസ്കാരം, പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇന്ന് അച്ഛനില്ലാത്ത കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു അമ്പലം, അതായത് നമുക്കതിനെ കേരളത്തിൽ നോക്കിയാൽ കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട്. നമസ്കാരം, ഞാൻ കൈപ്പഞ്ചേരി അമ്പലത്തിലത്തെ ഒരു സേവകനാണ്. ഒരുപാട് ധർമ്മത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ഓരോ വർഷം ചെല്ലുന്തോറും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ ഒരു പുതിയ സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ട് അച്ഛനില്ലാത്ത നിർധനരായ കുട്ടികൾക്ക് അവരുടെ വിവാഹം ഇവിടെ ഫ്രീ ആയിട്ട്, കല്യാണം ഫ്രീ ആയിട്ട് നടത്തും. ഒരു 500 ആളുടെ സദ്യ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു കുടുംബത്തിന് അതിൻ്റെ ഗുണം കിട്ടണം എന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ടാണ്. ഗൃഹനാഥൻ നഷ്ടപ്പെട്ട ഒരുപാട് വീടുകൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് അവരുടെ കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാതെയും പഠിക്കാൻ പറ്റാതെയും പലതരത്തിൽ അവർ ക്ലേശിക്കുന്ന ഈ വലിയ വലിയ വികസിതമല്ലാത്ത ഈ സ്ഥലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുവട്ടത്തിൽ അങ്ങനെ ഉണ്ട്. ഇപ്പം അച്ഛനില്ലാത്ത കുറേ കുട്ടികളുടെ വിവാഹം ഇനി നമുക്കിവിടെ ചെയ്തു കൊടുക്കാനുണ്ട് പറഞ്ഞാൽ അതൊക്കെ മുമ്പ് കണ്ടുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇങ്ങനൊരു സാമൂഹിക ക്ഷേമം നമ്മൾ പ്രഖ്യാപിച്ചിട്ട് അടുത്ത കാലത്തൊന്നും അത് വേണ്ടി വരില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടല്ല നമ്മളിത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെ ഒരുപാട് അച്ഛനില്ലാത്ത കുട്ടികൾ ഈ ഭാഗത്തുണ്ട്. അവരൊക്കെ വളരെ നിർധനരാണ്. നമ്മൾ എന്തെങ്കിലും ഗുണം ഈ ക്ഷേത്രത്തിന് കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്നുള്ള കാഴ്ചപ്പാടിലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള സ്രോതസ് എവിടുന്നാന്ന് നോക്കിയിട്ടൊന്നല്ല. നമ്മുടെ ലക്ഷ്യം നന്നായാൽ അതിലേക്കുള്ള മാർഗം തെളിഞ്ഞു വരുന്നുള്ള 100% ആ ധർമ്മബോധം കൊണ്ടും ആ വിശ്വാസം കൊണ്ടും മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് നടക്കാതിരിക്കില്ല. അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടക്കുന്നത്. നമ്മളെ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അത് നടന്നു പോയിക്കോളും. അതാണ് ഈ ക്ഷേത്രം തെളിയിക്കുന്ന ഒരു കാര്യം. അതാണ് ആരും മുൻകൂട്ടി കുറേ പൈസ കണ്ടിട്ടല്ല ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. പക്ഷേ ആ കാര്യങ്ങൾ ഭംഗിയായി നടന്നിട്ടുണ്ട്.